ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുട്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ കുറേ പഴയിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ എല്ലാ വീട്ടിലെയും പോലെ തന്നെ ആ പഴം തീരുന്നത് വരെ നമുക്ക് പുട്ടായിരിക്കും. അപ്പോൾ പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്ക് കുറച്ച് കറി എന്തെങ്കിലും ആക്കണം. ഞാൻ ഏട്ടൻ പുട്ട് കഴിക്കും എന്ന് പറഞ്ഞിട്ട് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ നൈറ്റ് ആയതുകൊണ്ട് ഏട്ടൻ കിടന്ന് ഉറങ്ങി. ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുപയർ ഇരിക്കാനുണ്ട്. അപ്പോൾ ആ ചെറുപയർ ഒലത്താൻ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം. ബനാന നമ്മുടെ പഴം കാണിച്ചു തരാം. കുറേ ഉണ്ട്. അപ്പോൾ അത് തീരണ വരെ ഇനിയിപ്പോൾ ഇവിടെ പുട്ടായി. ഇത്രയും നമുക്ക് ഏത്തപ്പഴം ഇരിക്കേണ്ടത്. പിന്നെ പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. പിന്നെ ഇവിടെ പഴം. ഇനി ഈ പഴം തീരുന്നത് വരെ നമ്മൾക്ക് പുട്ടായിരിക്കും. സമയം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. നമുക്ക് മിറ്റൊന്നും അടിക്കാനില്ല. ഇന്നലെ അടിച്ചേക്കുന്നതുകൊണ്ട് നല്ല സംഭവം കുട്ടപ്പനായിട്ടൊക്കെ കാണില്ലേ അല്ലേ, സൈഡിൽ കൂടെ കാണും. കുട്ടപ്പനായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. കുറച്ച് നേരം ഇപ്പം ഞാൻ കാപ്പിയൊക്കെ ഒന്ന് കുടിച്ചിട്ട് 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചൊരു 9 മണി 9:30 ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് അടിച്ചിട്ടിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം എന്താ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത എന്തെങ്കിലും പരിപാടി ചെയ്യുന്ന സമയത്ത് കാണാം. അപ്പം നമ്മൾ ഇപ്പം സമയം ഒരു 9 മണി ആയിട്ടുള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ചു എന്ന് നേരത്തെ പറഞ്ഞു. അപ്പം നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളത് ചെയ്യാം. അപ്പം നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ. അപ്പോൾ ചെറുപയർ ഇരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഒരു കായിട്ടെങ്ങാനും ജസ്റ്റ് ഒന്ന് ഒലത്താമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പരിപ്പുണ്ട്. പരിപ്പും തക്കാളിയും കൂടെ ചാറുകറിയും കൂടെ. ഏട്ടന് ചാറുകറി ഇല്ലെങ്കിൽ കഴിക്കാൻ ഓരോരുത്തരുടെ ശീലമല്ലേ. ഇപ്പം എനിക്കും ഇപ്പം അങ്ങനെ എനിക്ക് പക്ഷെ ചാറ് വേണ്ടത് അങ്ങനെ നിർബന്ധമില്ല. ഏട്ടന് പിന്നെ ചാറ് നക്കി പഠിക്കുന്ന ടീംസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പരിപ്പ് കറി ഉണ്ടാക്കാം. അപ്പം പരിപ്പ് കറി, ചെറുപയർ, പിന്നെ മീൻ വറുത്തത്. ഇതാണ് ഇന്നത്തെ ഉച്ചക്കലത്തേക്കിൻ്റെ ഉള്ള പരിപാടികൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഞാൻ പരിപ്പ് കറി ഇങ്ങനെ എന്താ പറയുക തേങ്ങയൊന്നും ഇതാക്കില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരിപ്പൊന്ന് കഴുകിയൊക്കെ എടുക്കാം. കുറച്ചേ ഉള്ളൂ പരിപ്പ്. ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കണം. എന്നാലും മേടിക്കണം ഏട്ടൻ പോവാണെങ്കിൽ. പിന്നെ 3 കറികളുണ്ടല്ലോ, അത് മതി. അപ്പം നമ്മൾ പരിപ്പൊന്ന് കഴുകിയെടുക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പം സാധാരണ പരിപ്പും തക്കാളിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പം ഞാൻ കുറച്ച് ചാറ് അധികമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇച്ചിരി തേങ്ങയും കൂടെ അരച്ച് ചേർക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പം ഉച്ചയ്ക്ക് നമ്മൾ വൈകുന്നേരത്തേക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേരത്തേക്ക് മതി എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ നമ്മളുടെ ഇങ്ങനത്തെ നമ്മൾ എക്സ്ട്രാ മേടിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, പരിപ്പ്, പയർ, കടല അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ട് വയ്ക്കുന്ന ഒരു നമ്മുടെ പാട്ടയാണ് കേട്ടോ. അത് പാട്ടയല്ല, ബക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്തതാണ് ഇനി എങ്ങാനും പരിപ്പ് ഇരിക്കണ്ടോയെന്ന് അറിയാൻ. കാരണം നമുക്ക് വളരെ കുറച്ച് പരിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് തക്കാളിയും കൂടെ വേണമല്ലോ. അപ്പോൾ കുറച്ച് തക്കാളി അധികം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പരിപ്പ് കുറവായതുകൊണ്ട് ഒരു 2 തക്കാളി നമ്മൾക്ക് എന്തായാലും അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 തക്കാളിയും കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തു. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ പരിപ്പ് കുറവായതുകൊണ്ടേ ഞാൻ 2 തക്കാളി ഇടാമെന്ന് വിചാരിച്ചു. ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഇത്. പിന്നെ വൈകുന്നേരം പപ്പ മീൻ നമ്മൾക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം അത് വെച്ചോളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കായൊക്കെ വെക്കേണ്ടതല്ലേ. അപ്പൊ ഇച്ചിരി ക്യാരറ്റും ഫ്രിഡ്ജിൽ ഇരിക്കണ്ടേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റും കായയും കൂടെ വൈകുന്നേരം വെക്കാം. ഇപ്പൊ ഞാൻ ഇതും പിന്നെ ചെറുപയറും കൂടെ ഒന്ന് വലക്കാം. അതാണ് നല്ലത്. പിന്നെ കുറേ സിനിമ വന്നിട്ടുണ്ട്, അതൊക്കെ കാണണം എപ്പോഴെങ്കിലും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 2 വിസിൽ ലഭിക്കാം.
പൊടികളും എല്ലാം ഇട്ടിട്ട് നമ്മളൊരു 2 വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, 2 വിസിലല്ല 1 വിസിൽ കേൾപ്പിച്ചുള്ളൂ. അപ്പോഴത്തേക്കും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് കാച്ചി ഒഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ചെറുപയർ ഉലക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് തേങ്ങ വേണമല്ലോ, അപ്പം അതും കൂടെ ഒന്ന് ചിരണ്ടി എടുക്കാം നമുക്ക്. കുറച്ച് ഉള്ളൂട്ട് അതെല്ലാം. പിന്നെ മീൻ കുറേ ഇരിക്കുന്നുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാ പപ്പ പറഞ്ഞു ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് ആൾക്ക് വൈകുന്നേരം മീൻ കറി വയ്ക്കാറുള്ളൂ. കാരണം നമ്മൾ ചാള പെരട്ടി വെച്ചേക്കുവാണ്. അപ്പൊ കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് പെരട്ടി വെച്ചതാണ്. അപ്പൊ ഇനി കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ടേസ്റ്റ് അങ്ങ് പോവില്ല. നമ്മുടെ ആകെ കൂടെ ഒരു സവാളയേ ഉള്ളൂ. ആ സവാള വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കണം. ഉച്ച കഴിഞ്ഞിട്ട് പോയിട്ട് മേടിക്കണം ഏട്ടൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ. അപ്പൊ എല്ലാത്തിനും പകുതി സവാളയേ ഉള്ളൂ. അപ്പോൾ ഈ പരിപ്പൊക്കെ അവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾ രാവിലെ ഓൾറെഡി ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഉലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, എല്ലാവരും ചെയ്യുന്ന പോലെ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സാധനം. ഇത് മാത്രം മതി എനിക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ സവാളയും കുറച്ച് വേപ്പിലയും കൂടെ ഒന്ന് വഴറ്റും. എനിക്ക് സവാളിനെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടം ചുവന്നുള്ളി ചതച്ചിടുന്നതാണ്. നമ്മുടെ അടുത്ത് ഇപ്പം ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സവാള എല്ലാം തീർന്നിരിക്കുവാണെന്ന് ഇനിയിപ്പോൾ മേടിക്കണം. അപ്പോൾ അതൊന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടും. പിന്നെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളുടെ ചെറുപയറിടും. ചാറൊന്നും പാടില്ല കേട്ടോ, ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കണം. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു സാധനം ഒരു അച്ചാറും ഉണ്ടെങ്കിൽ കുശാലാണ് സംഭവം. അപ്പോൾ ഇത് അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. അത്രേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ റെഡി. അപ്പോൾ ചെറുപയറിൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഇതേ കൈയോടെ തന്നെ ഞാൻ നമ്മളുടെ പരിപ്പും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ അതേ നമുക്ക് രാവിലെ പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇത് പപ്പ പറഞ്ഞു തന്നതാണ് കേട്ടോ. നമ്മൾ വേറെ ബോക്സിലൊന്നും ആക്കി വെക്കാണ്ട് നമ്മളുടെ പുട്ടിൻ്റെ കുറ്റിയില്ലേ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പുട്ട് വേവിച്ചിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ, പൊടിയല്ല കേട്ടോ, പുട്ട് വേവിച്ചത് ബാക്കി വന്നു കഴിഞ്ഞാൽ എടുത്ത് വെക്കാറ്. അപ്പോൾ അതും കൈയോട് കൂടെ കാസറോളും കൂടെ അങ്ങ് മാറ്റി അതും കൂടെ അങ്ങ് കഴുകി വെച്ചു. പരിപ്പ് കറി പിന്നെ ഭയങ്കര സിമ്പിളാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ സവാളയും നമ്മളുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റും. ഈ തവണ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഓൾറെഡി പരിപ്പ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ മൂപ്പിക്കുന്ന സമയത്ത് പൊടിയിടും. വേവിക്കുമ്പം വെറുതെ ഉപ്പിട്ടിട്ട് മാത്രമേ സംഭവം വേവിക്കുള്ളൂ. എങ്ങനെ അതൊന്ന് മസാലയൊക്കെ ഒന്ന് വഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ തക്കാളിയും പരിപ്പും കൂടി ഇതിനുള്ളിലേക്ക് ഇടും. ബസ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതേ കൈയോടെ തന്നെ നമ്മളുടെ എന്താണ് കാസറോളും കുക്കറും എല്ലാം നമ്മളൊന്ന് കഴുകി വെച്ചു. പരിപ്പൊക്കെ വേവിച്ച പാത്രങ്ങളും അത് അരിഞ്ഞതും അങ്ങനെ കുറച്ചൊക്കെ സിങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ കൈയോടെ തന്നെ അതും കൂടെ കഴുകി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. മീൻ നമ്മൾക്ക് ചോറ് കഴിക്കണേക്കാട്ടിലും മുന്നൊന്ന് ജസ്റ്റ് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേ നമ്മളുടെ കറിയൊക്കെ ഇതേ ആയിട്ടുണ്ട്. പരിപ്പ് കറിയും ആയിട്ടുണ്ട്. ഇതേ അപ്പുറം നമ്മളുടെ ചെറുപയറും ഇതേ നല്ല ഡ്രൈ ആയിട്ട് നല്ല സെറ്റായിട്ട് സംഭവം വന്നിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നായി. ചോറൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റാണ് ഞാനേ ഇരിക്കുന്നത്. ആ ഒരു ഫ്ലോയിൽ അങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ശരി, ടാറ്റ.